പകരം സത്യദൈവമായ, നിത്യദൈവമായ, ഏക ദൈവമായ യേശുവിനെയും ഭജിക്കുന്നതാണ്. അപ്പൊ ഇവിടെ തിരുത്തേണ്ട ഗതികേട് വന്നിട്ടില്ല. കാരണം ഉൽപ്പത്തി 1:1 വായിക്കുക, ആദിയിൽ ദൈവം, ദൈവങ്ങൾ എന്നല്ല, ദൈവം ഏകവചനം, ദൈവം ഏകൻ. പിശാചുക്കൾ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുക, ദൈവം ഏകൻ തന്നെ, യഹോവ ഏകൻ. അപ്പൊ ഉൽപ്പത്തി 1:1 വായിക്കുന്ന ഒരു ദൈവത്തെ പറ്റിയാ, ഏകദൈവം. വെളിപ്പാട് പുസ്തകത്തിലും വന്നപ്പോൾ ആ ദൈവത്തെ പറ്റി തന്നെ മാത്രമാ പറയുന്നത്. അതിനിടയ്ക്ക് വേറെ ആരും ദൈവം കളിക്കാൻ തങ്കയം വന്നില്ല, ശാന്തമേൻ കയറി വന്നില്ല, ബാബുവും വന്നില്ല, പിന്നാരാ? വേണ്ട, അത്രയും പറഞ്ഞാൽ മതി, വെറുതെ എന്തിനാ? ആ ദൈവത്തെ തന്നെ മാത്രമായി പറഞ്ഞേക്കുന്നത്. ദൈവം ഒരുവനാണ്, ഏകദൈവം, നിത്യദൈവം, സത്യദൈവം. മാത്രമല്ല തിരുത്തേണ്ട ഗതികേട് 1600 കൊല്ലം മുമ്പായി എഴുതിയത് ഏകദൈവം. 1600 കൊല്ലം കഴിഞ്ഞ് വെളിപ്പാട് പുസ്തകം വരുമ്പോഴും ആ ദൈവത്തെ പറ്റി തന്നെ പറയുന്നത്. മാത്രമല്ല ഉൽപ്പത്തി 1:1 ആ ദൈവമാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. ഒന്നുകൂടെ വായിച്ചോ, 1:1 പെട്ടെന്ന്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആ ദൈവമായി ഇത് സൃഷ്ടിച്ചത്. 90-ാം സങ്കീർത്തനം നമുക്കെല്ലാം മനപ്പാഠമാ. കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുൻപ് നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാ. അവൻ സർവശക്തനായ ദൈവം, സകലത്തെ സൃഷ്ടിച്ച ദൈവം. അപ്പൊ ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചു. ഇത് ദൈവം സൃഷ്ടിച്ചതാ, ഈ ഭൂമിയും ആകാശവും, അല്ലാതെ വേറെ ആരും സൃഷ്ടിച്ചതല്ല. നമ്മളെ പണ്ടൊക്കെ പഠിച്ചതും പഠിപ്പിക്കുന്ന ഓരോ ഏരിയ ഓരോരുത്തർ വന്ന് സൃഷ്ടിച്ചേച്ച് പോയെന്ന ഒരു സ്കൂളിൽ പഠിച്ചതാ. ഇത് എറിഞ്ഞപ്പം പിച്ചാത്തി എറിഞ്ഞാലൊന്നും ഇതുണ്ടാകുകയല്ല തങ്കച്ചാ. അങ്ങനെ തള്ള എത്ര ഏറെ എറിഞ്ഞാ, കോഴി പിന്നെ പൂച്ചക്കിട്ട് എറിഞ്ഞതാ, അത് വെട്ടിക്കൊണ്ട് നമ്മൾ തൂമ്പായിട്ട് കളച്ചാൻ അരിഞ്ഞം കയറി തൂമ്പ എടുത്ത് പിന്നെ ഉമ്പായും കോടാലി എറിഞ്ഞാലൊന്നും ഇത് ഉണ്ടാകുന്നതല്ല. ഇത് ദൈവം സൃഷ്ടിച്ചതാണ്. അപ്പൊ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ സ്കൂളിൽ പഠിപ്പിച്ചത് സൃഷ്ടിച്ച മഴ പറഞ്ഞപ്പോ സ്കൂളിൽ പഠിപ്പിച്ചതാ. കന്യാകുമാരിയായി കോകർണാന്തമായി തെക്ക് വടക്ക് നീളെ അന്യോന്യമമ്പാശിവർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം. പാരം കരിമ്പ് പനസമുള്ള കേലമിഞ്ചിതേര കേരം കവുങ്ങ് തളിർ വെറ്റില ഏത്തവാഴ ഈ രമ്യ വസ്തുതകൾ ചേർന്ന് വിളങ്ങും ഈ നൽപാരാഗ്ര കൽപ്പതരുമണ്ഡിത നന്ദനാഭം വിന്ധ്യം ശമിക്കരിശം എന്നറിവാർന്നൊടുക്കും. അപ്പോൾ ഇത് മഴ പറഞ്ഞ് സൃഷ്ടിച്ചതല്ല. ഈ തിരുവെടുത്ത് പഠിപ്പിക്കുന്നതും അത് അങ്ങനെ തന്നെതാ. ഇത് ദൈവം സൃഷ്ടിച്ചതാണ്, ദൈവം. അപ്പൊ ശ്രദ്ധിക്കുക, ഉൽപ്പത്തി പുസ്തകം 1:1 വായിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 1600 കൊല്ലം കഴിഞ്ഞപ്പോൾ വാക്ക് തന്നെ പറഞ്ഞത്, തിരുത്തിയിട്ടില്ല. വെളിപ്പാട് 4:11 വായിച്ചു. ഇതിനോട് ചേർത്ത് വെളിപ്പാട് 4:11. ഇവിടെ മുന്നിൽ ഇരിക്കുന്നവരുടെ മൈക്കുണ്ടല്ലോ, നിങ്ങൾക്കും വായിക്കാം. എടുക്കുന്നവരങ്ങ് വായിച്ചു. കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും, കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും, എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവായി ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് അവിടെ മാത്രമാണ് യോഗ്യൻ, സർവ്വത്തെ സൃഷ്ടിച്ചവൻ. അപ്പോൾ ഈ പുസ്തകത്തിന്റെ വിശേഷത, ഇതിന് തിരുത്തേണ്ട ഗതികേട് വന്നിട്ടില്ല, വെട്ടിമാറ്റേണ്ട ഗതികേട് വന്നിട്ടില്ല. ഇപ്പൊ എല്ലാം വെട്ടിമാറ്റുക. ഇന്ന് പേപ്പർ കണ്ടു, വെട്ടിമാറ്റാൻ ഒത്തിരി വെട്ടി മാറ്റി ഇല്ലേ? വെട്ടി മാറ്റിയില്ലേ? വേറെ വെട്ട്, മൊത്തം വെട്ടാന്നല്ലോ. വെട്ടാനായിട്ട് തന്നെ നിൽക്കുന്ന ആൾക്കാർ എന്നാ നിങ്ങൾക്ക് എല്ലാവരും അരുതാഴിയ പോലെ മുഴുവൻ വെട്ടുക. അപ്പോൾ ഇപ്പൊ ഇനി ഇന്ന് തമിഴ്നാട്ടുകാരെന്ന് പറഞ്ഞ് കുറച്ചുകൂടെ വെട്ടണമെന്ന് ഇല്ലയോ? പേപ്പർ വായിച്ചില്ലയോ? അവരും പറഞ്ഞു ഇന്നങ്ങണ്ട സമരമായിരുന്നു അവിടെ, ഇല്ലയോ? നാളെയാണോ? എന്നേലും ആട്ടെ, എന്നാലും പ്രശ്നമാണ്. അങ്ങനെ വെട്ടി വരുമ്പം തീറും. പക്ഷെ ഇത് വെട്ടിമാറ്റേണ്ട ഗതികേടൊന്നും വന്നിട്ടില്ല. എഴുതിയത് തന്നെ. ഒന്നും തിരുത്തേണ്ട ഗതികേട് കാരണം ആവശ്യമില്ലാത്ത അല്ലല്ലോ എഴുതി വെച്ചേക്കുന്നേ. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ 1600 കൊല്ലം മുമ്പ് പറഞ്ഞു ദൈവമാണ് ഇത് മുഴുവൻ സൃഷ്ടിച്ചത്. 1600 കൊല്ലം കഴിഞ്ഞും അത് തന്നെ പറയുക, ആമേ കർത്താവേ, നീ തന്നെ സർവ്വവും സൃഷ്ടിച്ചവൻ. അതാ ഈ പുസ്തകത്തിന്റെ വിശേഷത. ഈ പുസ്തകം നമ്മുടെ കയ്യിൽ ലഭിച്ചത് തന്നെ വലിയ മഹാഭാഗ്യമാണ്. ഇതെടുത്തതും ഇത് വായിക്കുന്നതൊക്കെ വലിയ ഭാഗ്യമാണ്. വെളിപ്പാട് 1:3 വായിക്കുന്ന അമ്മാമയ്ക്കുന്ന ഭാഗ്യമുണ്ട്, സ്തോത്രം. അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യം
പിന്നെ ഇത് നിങ്ങളൊക്കെ അമ്മാമ്മയ്ക്ക് മാത്രമോ ഉള്ളോ? അല്ല, കേൾക്കുന്ന നിങ്ങളും ഭാഗ്യമുള്ളവരാ. അതെ. പിന്നെ പ്രമാണിക്കാന്നേ ഭാഗ്യത്തിന്റെ അയ്യരുകളിയാ. 3-ാം വാക്യം വായിച്ചോ, വെളിപ്പാട് 1:3. ആ ആ ആ ഞങ്ങളുടെ ഒരു പഴയ ഭാഷയുടെ ഭാര്യയാ തങ്കമാമ. ദൈവത്തിന് മഹത്വം, ദൈവം അനുഗ്രഹിക്കട്ടെ, കർത്താവിന് മഹത്വം. അപ്പോൾ ഇത് വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും ഇത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാരാ. അങ്ങനെയെങ്കിൽ ഇത് കേൾക്കുന്നതെല്ലാം വലിയ ഭാഗ്യമാണ്. ഇന്ന് രാത്രി പന്തലിൽ നിന്ന് കേൾക്കുന്നവർ, വഴി സൈഡിൽ നിന്ന് കേൾക്കുന്നവർ, ഭവനങ്ങളിൽ നിന്ന് കേൾക്കുന്നവർ, നിങ്ങളും ഭാഗ്യവാന്മാരാ. ഇന്ന് രാത്രി ആ ഭാഗ്യം സിദ്ധിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അധികം വിവരിക്കുന്നില്ല, കർത്താവിന്റെ മഹത്വം. അപ്പോൾ ഇത് വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും എല്ലാം ഭാഗ്യമുള്ളവർ. ഇത് തിരുത്തേണ്ട ഗതികേട് വന്നിട്ടില്ല. അങ്ങനെയുള്ള ഈ സത്യവേദ പുസ്തകം 66 പുസ്തകം, പഴയ നിയമത്തിലെ 39 പുസ്തകം, പുതിയ നിയമത്തിലെ 27 പുസ്തകം, 40 പേരാൽ എഴുതപ്പെട്ട ഈ പുസ്തകം. ആ പുതിയ നിയമത്തിലെ 27 പുസ്തകം 8 പേരാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് വചനം പഠിക്കുന്നവർക്കറിയാം, ചരിത്രം പഠിച്ചവർക്കറിയാം 8 പേര്. അത് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് പറയാം. 4 പേര് അപ്പോസ്തലന്മാരാ. അതിൽ 1 മത്തായി, 2 യോഹന്നാൻ, 3 പത്രോസ്, 4 പൗലോസ്. ഇങ്ങനെ 4 പേര് അപ്പോസ്തലന്മാര്. 4 പേര് അപ്പോസ്തലന്മാരല്ല. അത് ആരെന്ന് ചോദിച്ചാൽ യാക്കോബ്, യൂദ, മർക്കോസ്, ലൂക്കോസ്. അവര് 4 പേരും അപ്പോസ്തലന്മാരല്ല. എന്നാൽ അതിൽ 2 പേര് അപ്പോസ്തലന്മാരുടെ കൂടെ സന്തത സഹചാരികളായി ശുശ്രൂഷകൾ ചെയ്തവരാ. 1 മർക്കോസും 2 ലൂക്കോസും. മർക്കോസ് പത്രോസിന്റെ കൂടെയും ലൂക്കോസ് പൗലോസിന്റെ കൂടെയും നിരന്തരം ശുശ്രൂഷയിൽ വ്യാപൃതരായി ഈ വേലയ്ക്ക് ചുമല കൊടുത്തവരാ. അപ്പോൾ അതില് പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിൽ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് പറയാം, ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങളാണ്. ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകം. ആ 5 പുസ്തകം ചരിത്ര പുസ്തകം. ആ ചരിത്ര പുസ്തകത്തെ 2ആയിട്ട് തിരിക്കും. ഒന്ന്, ആദ്യത്തെ 4 പുസ്തകം യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ്. ദൈവത്തിന് മഹത്വം. 5ാമത്തെ ചരിത്ര പുസ്തകം അപ്പോസ്തല പ്രവൃത്തിയാ. അത് ആദിമ സഭയുടെ ചരിത്രമാണ്. ഈ ആദിമ സഭ എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയല്ല, യാക്കോബയല്ല, ഓർത്തഡോക്സ്, റീത്ത്, ലത്തീന്, ലണ്ടന്, CMS, ആംഗ്ലിക്കന്, CSI, ഇവാഞ്ചലിക്കല്, മാർത്തോമ, പിന്നെ എന്തുവാ, സാൽവേഷൻ ആർമി, പിന്നെ ഏതാ വേറെ എന്തൊക്കെ ഉണ്ട്, ബെന്തിക്കോസ്, ബ്രദറ്, പിന്നെ കൽദായ സുറിയാനി, കനാനായ കാത്തലിക്സ്, കനാനായ യാക്കോബ, പിന്നെ ലത്തീന്, ലണ്ടന്. പണ്ട് വേട്ടമല പീലിപ്പോച്ചൻ ഒരു വരി എഴുതി, സഭകളിൽ പുള്ളി അവിടെ നിന്നുകൊണ്ട് എഴുതി. അവിടെ നിൽക്കുമ്പോൾ അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവിടെ നിന്ന് മാറി നിൽക്കുകയായിരുന്നേ പുള്ളി കുറച്ചുകൂടെ വൃത്തിയായിട്ട് എഴുതിയാണ്. അവിടെ നിൽക്കുമ്പോൾ അത് അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പുള്ളി എഴുതിയത്. എന്നാലും വരി കുഴപ്പമില്ല. സഭകളേകമാകും, സർവേശ്വരൻ സകലർക്കും ഒന്നാകും. സഭകളേകമാകും, സർവേശ്വരൻ സകലർക്കും ഒന്നാകും. അന്ന് യാക്കോബ, മാർത്തോമ, റീത്ത്, റോമക്കർ, പെന്തക്കോസ്ത് വേർപാടും, പിന്നെ CSI, ലത്തീനും, ലണ്ടനും, ചർച്ചിലും യേശുവിൽ ഒന്നാകും. പീലിപ്പോച്ചനെ തിരുത്തുകയല്ല, പാട്ട് തിരുത്തുക. ഇതെല്ലാം കൂടെ ഒന്നാകുകയല്ല. ഇതിനകത്ത് നിന്ന് രക്ഷിക്കപ്പെട്ടവരൊരു കൂട്ടമാകും. അല്ല, ഇതെല്ലാം കൂടെ ഒന്നാകാൻ പിന്നെ എന്തിനാ ഈ ചക്രജാതം വലിക്കുന്നത്? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വിവിധ സഭകളുണ്ട്. ഒരു കാര്യം എന്നെ കേൾക്കുന്നവരോട് പറയാ, ആദിമ സഭ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതൊന്നും അല്ല. കത്തോലിക്കരല്ല, യാക്കോബയല്ല. അവർ പറയുന്നത് വത്തിക്കാനിലായിരുന്നു, അവിടെ ഒന്നും അതൊന്നും അല്ല. ചില പറഞ്ഞ അന്ത്യോക്യൽ, അതുമല്ല. നമ്മൾ പറയുന്നത് കുമ്പനാട്ട് തുടങ്ങിയെന്ന്, അതൊന്നും അല്ല. അപ്പൊ ചില പറയുന്നത് മുളകൊടയിലാണ്. നിങ്ങൾ പറയാൻ പായ്പാടായിരിക്കും തുടങ്ങിയല്ലയോ? ആയിക്കോട്ടെ, ഒന്നും സഭയല്ല. ഓ, തിരുവല്ല ടൗണിൽ തുടങ്ങിയെന്ന്. ഇപ്പൊ ചെല്ലി പറഞ്ഞ അടയാറില്ല, ഇപ്പൊ ആമ്പല്ലൂരാ. ഏതാ സഭ? ഒറ്റവാക്കി പറഞ്ഞു വിട്ടേക്കാം, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച വിശുദ്ധന്മാരുടെ കൂട്ടമാണ് ദൈവസഭ. സഭയുടെ ചരിത്രമാ അപ്പോസ്തല പ്രവൃത്തി, ആദിമസഭ. ആ ഭാഗത്തേക്ക് പിന്നെ നമുക്ക് സമയം കിട്ടുകയാണെ വരാം. കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി IPSCയോട് ചേർത്തുന്നോ, ചർച്ചോകോടിനോട് ചേർത്തുന്നോ, ഷാരോനോട് ചേർത്തുന്നോ, ന്യൂണ്ടിയ ബൈബിൾ ചർച്ചിനോടും, പിന്നെ ന്യൂണ്ടിയ ചർച്ചോകോട്. എന്നാണ് ഒരാൾ പറഞ്ഞു, ബേച്ചന്റെ സഭയും തമ്പിച്ചന്റെ സഭയാണ്. അവർ രണ്ടുപേരും കർത്താവിനെ ഉണ്മയോടെ സേവിച്ചവരാ. അവരുടെ അല്ല സഭ, സഭ കർത്താവിൻ്റെയാ. കർത്താവ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നാ. സഭ കർത്താവിൻ്റെ. പിന്നെ മനസ്സിലാകാനായിരിക്കും പറയുന്നല്ലേ, കുഞ്ഞാനിച്ചാൻ്റെ സഭ, കുഞ്ഞോളമാമ്മയുടെ സഭ, ആണോ മേരിക്കുട്ടിയുടെ സഭ? മേരിക്കുട്ടി അനിയത്തി മാത്രമേ ഉള്ളൂ.
കർത്താവിൻ്റെതാ. അപ്പൊ ശ്രദ്ധിക്കുക, ആദ്യത്തെ 5 പുസ്തകം 4 പുസ്തകം യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ്. അതാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഈ ക്രിസ്തുവേശുവിന്റെ ചരിത്രം ഞാൻ പറയാം, നല്ല ചരിത്രം. അതാ യേശുക്രിസ്തുവിന്റെ ചരിത്രം. കേൾക്കാൻ കൊള്ളാവുന്ന ചരിത്രം, കേട്ടിരിക്കാൻ പറ്റുന്ന ചരിത്രം, അപാകതകളും ന്യൂനതകളും യാതൊരു പോരായ്മകളും ഇല്ലാത്ത നല്ല ചരിത്രം. അടുക്കടുക്കായിട്ട് സങ്കോചം കൂടാതെ, യാതൊരു ജാള്യത കൂടാതെ, എവിടെയും ഏത് സ്ഥലത്തും ഏതിടങ്ങളിലും പറയാൻ പറ്റുന്ന നല്ല ചരിത്രമാണ് യേശുവിന്റെ ചരിത്രം. ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന യോഗ്യനാകുന്ന ഒരുവനില്ല. ഞാൻ പറയും, നമ്മുടെ ചരിത്രം ഒന്നും പറയാതിരിക്കുന്നതാ. നമ്മുടെ ചരിത്രം ഒന്നും അധികം, കാരണം എല്ലാവരുടെയും ചരിത്രം എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ, ഇപ്പൊ ഞാൻ എഴുന്നേൽക്കുന്ന പിന്നെ എന്നെ കർത്താവിൻ്റെ വലിയൊരു താങ്ങാ. ഇവിടെ പറഞ്ഞത് തെറ്റല്ലേ പറഞ്ഞേ, അച്ചായൻ പറഞ്ഞതിന് മോശമല്ല, എല്ലായിടത്തും അങ്ങനെ. അതങ്ങനെ കർത്താവിൻ്റെ വലിയൊരു ദാസൻ കേരളത്തിന് വെളിയിൽ, ഇന്ത്യക്ക് വെളിയിൽ, ലോകത്തിന് വെളിയിലും ഇതുപോലെ പ്രഗത്ഭനും പ്രശസ്തനും അതെല്ലാം താങ്ങാം. ഞാനവിടെ കേൾക്കുമ്പോൾ അങ്ങോട്ട് പറയും, ഈ ദൈവദാസൻ ഇതുപോലൊരു കർത്തദാസൻ, ശ്രേഷ്ഠൻ, അങ്ങനെ ഒത്തിരി ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ട് താങ്ങുക. ദൈവത്തിന് കുറ്റമല്ല ഈ പറഞ്ഞത്. അല്ല, ചില രീതികൾ അങ്ങനെയാണല്ലോ, നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ട് കൺവെൻഷനൊക്കെ, വലിയ കൺവെൻഷൻ ഞാൻ താങ്ങി 10 മിനിറ്റ്, എല്ലാവരുടെയും പേര് പറഞ്ഞു വരുമ്പോൾ തന്നെ 5 മിനിറ്റ്, പിന്നെ നന്നായിട്ട് താങ്ങി കഴിയുമ്പോൾ 10 മിനിറ്റ്, ആ കൊടുത്തത് 20 മിനിറ്റ്. അതും കാശ് കൊടുത്താൽ 20 മിനിറ്റ് കിട്ടിയത്. എവിടാന്ന് എന്നോട് ചോദിക്കരുത്, എന്നെ കൊണ്ട് പറയിപ്പിക്കുക ചെയ്യരുത്. പിന്നെ കാരണം ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് താങ്ങുക. അതുകൊണ്ട് വലിയ കുഴപ്പം ചിലടത്തില്ല. പക്ഷേ നമ്മുടെ ആരുടെയും ചരിത്രം അധികം പറയാതിരിക്കുന്നതാ നല്ലത്. പക്ഷേ പറയാൻ കൊള്ളാവുന്ന ഒരു നല്ല ചരിത്രം യേശുവിൻ്റെതാ. യാതൊരു അപാകതകളില്ലാത്ത, ന്യൂനതകളില്ലാത്ത. പ്രൈസ് ദി ലോർഡ്. അല്ല, നമ്മുടെ കുടുംബചരിത്രവും അധികം പറയാതിരിക്കുന്നതാ നല്ലത്. ഞങ്ങളുടെ മിണ്ടരുത് നീ. പണ്ടൊരുത്തനെ കുടുംബ വിശേഷത പറഞ്ഞ്, ഞങ്ങൾ ഇന്ന പേര് പറയുന്നില്ല, ഇന്ന കുടുംബത്തിലാന്ന് പറഞ്ഞപ്പം എൻ്റെ അടുത്തിരുന്ന ഒരാൾ, അവർ അറിയാവുന്ന ആളാണ്, എൻ്റെ കുടുംബമായിട്ട് എൻ്റെ അമ്മയുടെ അനിയത്തി 3 പേരുടെ കൂടെ പോയതാണ്. എന്നോട് പറഞ്ഞതാ. ഞാൻ പിന്നെ കേൾക്കാത്ത ഭാവത്തിൽ അങ്ങ് ഇരുന്നു. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ എഴുന്നേറ്റ് വലിയ വിജയം ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത്. നമ്മുടെ ചരിത്രം ഒന്നും, ഞങ്ങളുടെ കുടുംബ ചരിത്രം, എൻ്റെ ഫാമിലി, മിണ്ടിപ്പോകരുത് നീ. അവൻ വല്ലവും പറയാനുണ്ടെങ്കിൽ യേശുവിനെ പറ്റി പറ. ഏറ്റവും നല്ല ചരിത്രം, കേൾക്കാൻ കൊള്ളാവുന്ന ചരിത്രം, കേട്ടാൽ വിടുതൽ നടക്കുന്ന ചരിത്രം, കേട്ടാൽ രോഗികൾ സൗഖ്യമാക്കുന്ന ചരിത്രം, കേട്ടാൽ മൂഢന്തന്മാർ കുതിച്ച് ചാടുന്ന ചരിത്രം, അവൻ ചെകിടർക്ക് കേൾവി കൊടുക്കുന്ന അവൻ ചരിത്രം, അവൻ മരിച്ചവനെ ഉയർപ്പിക്കുന്ന ചരിത്രം, കുഷ്ഠരോഗിയായി ശുദ്ധമാക്കുന്ന ചരിത്രം, അവൻ പ്രൈസ് ദി ലോർഡ് മരിച്ചവന്റെ മഞ്ചത്തിൽ തൊട്ടപ്പോൾ ചേടിയെടുന്ന ചരിത്രം, അവൻ 12 സംവത്സരമായി രക്തസ്രവമുള്ള സ്ത്രീക്ക് അവൻ വിടുതൽ കൊടുത്ത ചരിത്രം, ഇന്ന് രാത്രി കൂലിയായ സ്ത്രീയെ എഴുന്നേൽപ്പിച്ച ചരിത്രം, ദൈവത്തിന്റെ പൈതല്, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ചരിത്രം. ഈ ചരിത്രത്തെ വെല്ലുവാൻ വേറൊരു ചരിത്രമില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവം നിന്നെ വിടുവിക്കുന്ന രാത്രി, ഈ രാത്രി ദൈവം നിന്നെ സൗഖ്യമാക്കുന്ന രാത്രി, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്റെ ശരീരത്തിലുള്ള ബന്ധനങ്ങളെ അടിച്ചു മാറ്റി നിന്നെ വിടുവിക്കുവാൻ കഴിവുള്ള, രക്ഷിപ്പാൻ കഴിയുക മൗനമായിട്ടിരിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. യേശുവിന്റെ ചരിത്രം, യേശുവിന്റെ ചരിത്രം, നിന്നെ വിടുവിക്കുന്ന, സൗഖ്യമാക്കുന്ന ചരിത്രം, ഇന്ന് രാത്രി കയ്യും കെട്ടി വായും കൂട്ടി ഇരിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഈ രാത്രി നിന്നെ വിടുവിക്കുന്ന അത്ഭുതത്തിന്റെ, വിടുതലിന്റെ, അതിശയത്തിന്റെ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എല്ലാ നാമത്തിലും മേലായ നാമം, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാലുകൾ മടങ്ങുന്ന, വിറയ്ക്കുന്ന യേശുവിന്റെ പരിശുദ്ധ നാമം, കുഷ്ഠരോഗിയെ ശുദ്ധമാക്കുന്ന യേശുവിന്റെ നാമം, നല്ല ചരിത്രം, യേശുവിന്റെ ചരിത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തിന് മഹത്വം. യേശു എല്ലാവരും ശ്രേഷ്ഠൻ, അവൻ നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ വലിയവൻ, മോശിയേക്കാൾ വലിയവൻ, ശലോമോനിലും വലിയവൻ, ദൈവാധികത്തേക്കാൾ വലിയവൻ, ഇന്ന് രാത്രി വലിയവനാകുന്ന യേശുക്രിസ്തുവിന്റെ ചരിത്രം. ഓ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അത്ഭുതങ്ങൾ നടക്കട്ടെ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. എന്റെ പ്രിയരെ, നമ്മുടെ ചരിത്രം ഒന്നും അധികം പറയാതിരിക്കുന്നതാ. ഈ ചിലര്
ജീവചരിത്ര പുസ്തകം എഴുതിയിട്ടുണ്ട്. ചുമ്മാതാ, കുറെ കാര്യം എഴുതുന്നേ ഉള്ളൂ, ചരിത്രമൊന്നുമല്ല. ആണോ? ചരിത്രം വന്ന എല്ലാം വേണ്ടേ? അടിയുണ്ടാക്കി വേറൊരു സഭയുണ്ടാക്കി, അത് എഴുതിയിട്ടില്ല, മിണ്ടുന്നില്ല. എഴുതുമ്പോ എല്ലാം എഴുതണ്ടേ? കൊമ്പ് കോർത്തേച്ചേ അടിയുണ്ടാക്കി വേറൊരു സഭ. അപ്പൊ അവിടെ വരുമ്പോ എഴുതുന്നത് എന്നാന്നറിയോ? വിസ്താര വൈത്താൽ വിട്ടുകളയുന്നു. നിങ്ങൾ ആരും ഒന്നും വായിച്ചിട്ടില്ലയോ? ഓ, നിങ്ങൾ വേദപുസ്തകം മാത്രമേ വായിക്കുന്നുള്ളൂ. അത് നല്ല കാര്യം. ഞാൻ എന്നെ പ്രതിയാക്കുക. ഞാൻ ചരിത്രം എഴുതിയാൽ എന്റെ ജീവിതത്തിന്റെ പോരായ്മകൾ, പോഷത്വങ്ങൾ, ബലഹീനതകൾ, ക്രമക്കേടുകൾ, കുറ്റങ്ങളൊന്നും ഞാൻ എഴുതുകയല്ല, എഴുതത്തില്ല. നിങ്ങളും അങ്ങനൊക്കെ തന്നെ. എന്നെ ഇങ്ങനെ നോക്കൊന്നും വേണ്ട, എല്ലാവരും അങ്ങനെ. മിണ്ടുന്നില്ല. ഞാനൊന്നും പറയുന്നില്ല. ഇവിടുത്തെ ഒരു ചരിത്രവും ശരിയല്ല. അല്ലെന്ന്, എല്ലാം പൂർണ്ണമല്ലല്ലോ. എന്നാൽ പൂർണ്ണമായ ചരിത്രം യേശുവിൻ്റെതാണ്. ഒരു കുഴപ്പവും ഇതിനകത്തില്ല. ഈ വേദപുസ്തകത്തിന്റെ വേറൊരു വിശേഷത, എന്തെങ്കിലും പാലിച്ചകളോ പോരായ്മകളുണ്ടോ അതിലെഴുതി ചേർക്കും. അതാ, മറച്ചു വെക്കത്തില്ല. ദാവീദ് ഏതാണ്ട് 100 സങ്കീർത്തനങ്ങൾ എഴുതിയ ആളാ. 150-ൽ 100 ദാവീദ് എഴുതിയെന്നാ. പക്ഷെ 51 എഴുതി. നമ്മളന്ന് 51 പാത്ത് വെക്കും. എവിടെ ഞാൻ എഴുതിയായിരുന്നു, പക്ഷെ കാണുന്നില്ല. അതെവിടെ ആച്ചാ? ഇനി ഫയല് തപ്പണം. അത് പെട്ടത്ത് വരാത്തെ. അതിനകത്തേക്ക് നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തെന്ന് അത് നമ്മൾ വിളി കാണിക്കുമോ? നിന്നോട് തന്നെ നമ്മൾ വട്ടം കാണിക്കുകയല്ല. ഞാനിതെങ്കിലും എഴുതിയാൽ ഇതൊന്നും കാണിക്കത്തില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം എഴുതിപ്പിച്ചത് കൊണ്ട് അതെല്ലാം ക്ലിയർ കളിയാണ്. ശൗമന്റെ 2-ാം പുസ്തകം 11-12 എല്ലാം കൃത്യമായിട്ട് തന്നില്ലേ? എല്ലാം കൃത്യമായിട്ടാണ്. അല്ലാതെ വിസ്താര ഭയത്താൽ എന്നെ നിങ്ങളെല്ലാം ഒരു അരുതാഴിയെ പോലെ ഇരിക്കുന്നത്. ഞാനെന്തെങ്കിലും എഴുതിയാൽ അതെല്ലാം മാറ്റും, വെട്ടും. പക്ഷേ കൃത്യം ചരിത്രമാണ്. അവിടെ നമ്മുടെ വിഷയത്തിൽ വരിക യേശു ക്രിസ്തുവിന്റെ ചരിത്രം, കേൾക്കാൻ പറ്റുന്ന ചരിത്രങ്ങളാണ്. സ്തോത്രം. 5-ാമത്തെ പുസ്തകം, 5 ചരിത്ര പുസ്തകത്തിൽ 4 എണ്ണം ക്രിസ്തുവേശുവിന്റെ ചരിത്രമാണ്. 5-ാമത്തെ ചരിത്രം ആദിമ സഭയുടെ ചരിത്രമാണ്. അങ്ങനെ ആ ചരിത്ര പുസ്തകം. ഈ ചരിത്ര പുസ്തകം കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ ഉപദേശങ്ങളാണ്. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങളും ഉപദേശ വിഷയങ്ങളാണ്. റോമാലേഖനം വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ ഉപദേശമാണ്. നീതീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ വിശുദ്ധീകരണമാണ് കൊരിന്ത് ലേഖനം. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സ്വാതന്ത്ര്യമാണ് ഗലാത്യ ലേഖനം. സ്വാതന്ത്ര്യം പ്രാപിച്ച ദൈവമക്കളുടെ സ്ഥാനമാനമാണ് എഫേസ്യ ലേഖനം. അങ്ങനെ സ്ഥാനമാനം പ്രാപിച്ച ആ ദൈവമക്കളുടെ സന്തോഷമാണ് ഫിലിപ്പിയ ലേഖനം. സന്തോഷമൊക്കെ പ്രാപിച്ച ദൈവമക്കളുടെ അവകാശമാണ് കൊലോസ്യ ലേഖനം. അവകാശം പ്രാപിച്ച വിശുദ്ധന്മാരുടെ പ്രത്യാശയ തെസലോനിക്ക ലേഖനം. പ്രത്യാശ പ്രാപിച്ച ദൈവമക്കളുടെ നടപടിക്രമങ്ങളാ തിമത്യോസിന്റെയും തീത്തോസിന്റെയും ഒക്കെ ലേഖനം. അങ്ങനെയുള്ളവരുടെ സൽപ്രവൃത്തിയുടെ വിഷയങ്ങളാ വിലേമോന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള സൽപ്രവൃത്തി ചെയ്യുന്നവർക്ക് വേണ്ടി ദൈവം നല്ലത് കരുതി വെച്ചു. അതാ എബ്രായ ലേഖനം ഏറ്റവും നല്ലതൊന്ന് മുൻ കരുതി വെച്ചു. കരുതലിന്റെ ഉപദേശം. അങ്ങനെ കരുതുന്ന ദൈവമക്കൾക്ക് സ്വത്രം പ്രവൃത്തിയിൽ ഉത്സാഹത്തോടെ നിൽക്കണം. അതായത് യാക്കോബിന്റെ ലേഖനം പ്രവൃത്തിയിൽ ഉത്സാഹത്തോടെ നിൽക്കുന്ന ആ ദൈവമക്കൾക്ക് സ്വത്രം സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടു പോകണം. ദൈവത്തിന്റെ മകത്ത്. അതാ യോഹന്നാന്റെ ലേഖനം. അങ്ങനെ ദൈവസ്നേഹത്തിൽ നിൽക്കുന്ന ദൈവമക്കൾക്ക് ഭാവി പ്രത്യാശയെ ഉണർത്തുന്ന ലേഖനമാ പത്രോസിന്റെ ലേഖനം. ഇങ്ങനെ ഭാവി പ്രത്യാശയുടെ ഉപദേശം തന്നെ പറയുക. യൂദായുടെ ലേഖനത്തിൽ പറയുക, വീടാതെ വണ്ണം നിങ്ങളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പൊ 21 ലേഖനങ്ങൾ ഉപദേശ വിഷയങ്ങളാണ്, മുഴുവൻ ഉപദേശമാണ്. അതുകൊണ്ട് സഭയ്ക്കകത്തൊക്കെ ലേഖനത്തിൽ നിന്ന് നന്നായിട്ട് പറയുന്ന നല്ലതാണ്. ഉപദേശം സ്ഥാപിക്കണം, ഉപദേശം പറയണം. കർത്താവിന് മഹത്വം. അങ്ങനെ ഒടുവിൽ വെളിപ്പാട് പുസ്തകം, അത് ഞാൻ തൊടുന്നില്ല, കാരണം ഞാൻ തൊട്ടാ ഒക്കുകയല്ല. അത് നന്നായിട്ട് പറയുന്നുണ്ട്, അവരത് നന്നായിട്ട് പറയുന്നുണ്ടല്ലോ. അതിനിടെ ഞാൻ എന്തിനാ കയറിക്കിരണ്ടെന്നേ. നമുക്ക് എടുത്ത ഭാഗത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ ചിന്തിക്കാം. എബ്രായ ലേഖനം, അത് പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ പൗലോസിന്റെ 14 ലേഖനങ്ങളിൽ 3 ലേഖനങ്ങൾ തർജ്ജമ ലേഖനങ്ങളാണ്. ദൈവശാസ്ത്രപരമായിട്ട് പഠിപ്പിക്കുമ്പോൾ പൗലോസിന്റെ ലേഖനങ്ങളെ രക്ഷാശാസ്ത്രപരമായി പഠിപ്പിക്കുന്ന ലേഖനമുണ്ട്, ക്രിസ്തുശാസ്ത്രത്തെ പഠിപ്പിക്കുന്ന ലേഖനമുണ്ട്, സഭാശാസ്ത്രപരമായി പഠിക്കുന്ന ലേഖനമുണ്ട്, അന്ത്യകാല ശാസ്ത്രപരമായി പഠിക്കുന്ന ലേഖനങ്ങളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട 3 ലേഖനം
തർജ്ജന ലേഖനങ്ങളാ. ഒന്ന് ഗലാത്യ ലേഖനം, 2 എബ്രായ ലേഖനം, 3 കൊരിന്ത് ലേഖനം. ഈ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനങ്ങളാ. ഈ തർജ്ജനം ചെയ്യണമെന്നുള്ളത് ദൈവത്തിന്റെ തിരിഹിതമാണ്. കാരണം പൗലോസ് വളരെ കർക്കശമായി പറഞ്ഞിട്ടുണ്ട്, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക. അടുത്ത പദം തർജ്ജനം ചെയ്യുക. അപ്പൊ തർജ്ജനം ചെയ്യണം എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണ്. ഇപ്പൊ സഭകളിലൊന്നും അങ്ങനെ തർജ്ജനം ചെയ്യാറില്ല. കാരണം പാസ്റ്റർമാർ അങ്ങനെ തർജ്ജനം ചെയ്താൽ പ്രശ്നമാണ്. കാരണം നേതാക്കന്മാരെയും സെൻട്രൽ പാസ്റ്റർമാരെയും കൗൺസിലിനെയൊക്കെ കണ്ടും കാല് പിടിച്ചും ഒരു സഭ മിക്കവർക്കും നിങ്ങൾ എന്തേലും പറ. നിങ്ങളൊന്നും പറയുന്നുമില്ല. സെൻട്രൽ പാസ്റ്റർക്ക് കൈമണി കൊടുക്കണം, എല്ലാവരുടെയും കാര്യമല്ല. കൂടെ ഓഫീസിൽ ചെല്ലണം. സൂപ്രണ്ടോ ഓവർസിയറോ അല്ലെ പ്രസിഡന്റോ ജനറലോ ഒക്കെ ആണെങ്കിൽ കൂടെ ചെന്ന് കണ്ട് അച്ഛാ ആട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ആട്ടെ ജോർജ് കുട്ടി, അടുത്ത മാറ്റത്തിന് ഞാൻ കാണാം. ജോർജ് കുട്ടി എന്നെയും കൂടെ ഇടയ്ക്ക് വന്നൊന്ന് കൂടെ അപ്പച്ചന് ചെന്നൊരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇപ്പോഴത്തെ മിടുക്കന്മാർ മാസ്റ്റർമാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക. എനിക്ക് ഇംഗ്ലീഷ് വശമില്ല സാറ് പറ, അതിനൊരു വേർഡുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിന്. എനിക്ക് ഇംഗ്ലീഷ് വശം മ്യൂച്വൽ തെറ്റിയോ ഇല്ല, അങ്ങനത്തെ ട്രാൻസ്ഫറായി. ഞാൻ എൻ്റെ സാധനമായിട്ട് ലോറിയിൽ അങ്ങോട്ട് വരുമ്പോൾ നിൻ്റെ സാധനം കൊട്ടി ആ ലോറിയെ തന്നെ. അപ്പം ലോറിക്കും കാശ് അധികം വേണ്ട. നമ്മൾ 2 കൂട്ടരും ഒരു ധാരണ. പാവം പിടിച്ച ഉപദേശിമാർ ഇപ്പോഴും പഴയ സ്ഥലത്ത് തന്നെ. അതുങ്ങൾക്ക് നല്ല തവയൊന്നും കൊടുക്കുകയല്ല. മിടുക്കന്മാരെല്ലാം കയറി ഇങ്ങനെ പൊരുന്നക്കോടി ഇരിക്കും പോലെ ഇരിക്കുക. അതാ ഈ മലയിൽ നിന്നെടുത്ത് അങ്ങോട്ട്. നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. സ്തോത്രം. മിടുക്കന്മാരങ്ങനെ. പണ്ട് നമ്പിയാർ പറഞ്ഞാൽ മറ്റൊരു ദേഹം മഹാവാരിരാശിയെ സത്വരം ചാടിക്കടന്ന് ഞാൻ നഞ്ഞസഹ ശങ്ക കൂടാതെ നിശാചര വീരന്റെ ലങ്കയിൽ പുക്ക് പരങ്കരന്മാരായ കിങ്കരന്മാരെ പലരെ വധിച്ചത് വ്യാഖ്യാനിക്കുന്നില്ല. ചാടിക്കിടന്നെന്ന്. ഇപ്പം അങ്ങനെ ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫറൊക്കെയാണ്. ചില ദൈവദാസന്മാർ ഇപ്പോഴും പഴയ ഇടത്ത് തന്നെ. ഇപ്പോൾ ഇവാഞ്ചലിസ്റ്റാ, റവറൻ്റ് ഒന്നുമല്ല. കാശ് കൊടുത്താൽ ഓർഡിനേഷൻ കൊടുക്കും. എല്ലായിടത്തുമല്ല, ചിലയിടത്ത്. 50 വർഷമായ ചില പാസ്റ്റർമാർ കയറി ഇപ്പോൾ ഇവാഞ്ചലിസ്റ്റ് ജോർജ് കുട്ടി. അതേസമയം അമേരിക്കയൊന്നും പേർഷ്യയൊന്നും ഇഷ്ടം പോലെ കാശുമായിട്ട് പ്ലെയിനെ വന്നപ്പോൾ തന്നെ നേതാവിനെ പ്ലെയിനെ വെച്ച് കണ്ടു. ഉടനെ അവിടെ വെച്ച് തന്നെ ഓർഡിനേഷൻ കൊടുത്തു. താഴോട്ടിറങ്ങണ്ട ജോർജ് കുട്ടി, ഇവിടെ വെച്ച് തന്നെ കൈയുണ്ട്, കാശുണ്ട്, കീശുണ്ട്. എന്നാൽ പിന്നെ ഇപ്പം തന്നെ പ്ലെയിനെ കയറിയപ്പോൾ സഹോദരനായിട്ടാ, ഇവിടെ വന്നിറങ്ങിയപ്പോൾ റവറൻ്റായിട്ട് ഇറങ്ങി. കല്യാണം നടത്താൻ അറിയാൻ മേല, ജവോടൊക്കെ നടത്താൻ അറിയാൻ മേല, തിരുമേശ നടത്താൻ അറിയാം. ഒരുത്തൻ അപ്പം എടുത്തിട്ട് ചോദിച്ചു ഇനി എന്നാ ചെയ്യണം. നടത്തിരുന്ന പുള്ളി പറഞ്ഞു തന്നെ അങ്ങ് തിന്നാൻ പറഞ്ഞു. കുറ്റമല്ലി പറഞ്ഞത്. ഇങ്ങനെയൊക്കെ കിട്ടിയതാ. എന്നാൽ ദീർഘവർഷങ്ങളായി ഇപ്പോഴും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ ഒന്നും നല്ല സ്ഥാനത്തോ നല്ല സഭകൾ കൊടുക്കത്തില്ല. നിങ്ങളാരും എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയും വേണ്ട. ഞാനിതൊന്നും കണ്ട് ഇളകത്തുമില്ല. ഇത് നിങ്ങൾക്കൂടെ ഗുണം വരുന്ന കാര്യമായി പറയുന്ന ഒന്ന് ഹെൽപ്പ് ചെയ്തതാ. ജോടി ദൈവത്തിന് മഹത്വം. അപ്പൊ ഒരു കാര്യം പറയാ, ഇവിടുത്തെ എല്ലാം തരം നോക്കി, തണ്ടി നോക്കി, സ്ഥാനം നോക്കി, മാനം നോക്കി ഒക്കെ പലത്. പക്ഷേ സ്വർഗം നിന്നെ കൈവിടുകയില്ല കേട്ടോ. നീ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചാൽ ദൈവം നിന്നെ കൈവിടത്തില്ലെന്ന്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ കർത്താവിന്റെ വരവാ. അപ്പോൾ രക്ഷാശാസ്ത്രപരമായ ലേഖനം അതാണ് പൗലോസിന്റെ ലേഖനങ്ങളിൽ പ്രധാനം. റോമാലേഖനമൊക്കെ ആ ലേഖനത്തിൽ രക്ഷാശാസ്ത്രം, യേശുക്രിസ്തു മാത്രം ഏകരക്ഷകൻ, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നസറായനാകുന്ന യേശുവിന്റെ പരിശുദ്ധ നാമം. ദൈവത്തിന് മഹത്വം. പിന്നെ ക്രിസ്തുശാസ്ത്രം, കൊലോസ്യ ലേഖനമൊക്കെ അങ്ങോട്ട് എടുത്ത് യേശുക്രിസ്തുവിന്റെ മഹിമ, യേശുക്രിസ്തുവിന്റെ തേജസ്, യേശുക്രിസ്തുവിന്റെ വിശേഷത, ക്രിസ്തുയേശുവിന്റെ മഹത്വം അടുക്കടുക്കടുക്കായിട്ട് അവിടെ തെളിയിച്ചിരിക്കുക. ഇതുപോലെ ശ്രേഷ്ഠനും ഉന്നതനും മഹിമയുള്ള വേറൊരുവൻ ഇല്ല. പാടാന് തോന്നുന്നുണ്ട്, എന്നാൽ ഇവര് കുഴപ്പമില്ല. ദൈവത്തിൻ്റെ മകത്ത് ഞങ്ങൾ 2-3 ദിവസം അടുപ്പിച്ച് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ കൈ കണങ്ങും. ഞാൻ പാടുന്ന എല്ലാ പാട്ടും അവർക്ക് ചിലപ്പോൾ തിട്ടം ഇല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. എന്നാലും നോക്കാം, അരക്കൈ നോക്കാം. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോൽ ആരാധ്യനാരുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോൽ ആരാധ്യനാരുമില്ല. അവനിൽ ചാരേണ്ട ഒരു നാളും അലയാതെ ബോധമായി മരുവിലും ശാന്തമായി ആയിരങ്ങളിൽ
ക്രിസ്തുവാ